ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ ആദ്യത്തെ വ്ളോഗ് കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വ്ളോഗ് കാണാനും ബാക്കിയുണ്ട്. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക്സ്, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ വ്ളോഗുകൾ കാണുകയും അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇന്ന് ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നേക്കാൾ വളരെ മനോഹരമായും തനതായ രീതിയിലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് അമ്മയ്ക്കാണ്. ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്നത് അമ്മയ്ക്കാണ്. പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്ന മാസങ്ങളിൽ ചക്ക വളരെ സുലഭമായി കിട്ടുന്ന മാസമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ചക്ക കൊണ്ട് പല ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ചക്ക പറിച്ചു കഴിഞ്ഞു. ഇനി ചക്ക മുറിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ചക്ക മുറിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ല് തന്നെയാണ്. മറ്റു ഫ്രൂട്ട്സ് പോലെയോ അല്ലെങ്കിൽ മറ്റു പച്ചക്കറികൾ പോലെയോ അല്ല ചക്ക മുറിക്കേണ്ടത്. ചക്ക ആദ്യം തന്നെ ഇതിന് സെൻറ്റർ പോർഷനിൽ ഒരു വെട്ടണം. സെൻറ്റർ പോർഷനിൽ വെട്ടിയിട്ട് ഇതിനെ 2 പീസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 3 പേർക്കും കൂടി വേണ്ടി വളരെ കുറച്ച് മാത്രമേ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി ചക്കപ്പുഴുക്കിന് വേണ്ടി. ഇനി ചക്ക മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ലിക്വിഡ് രൂപത്തിലുള്ള ഈ ഒരു ലിക്വിഡ്, അതിൻ്റെ പുറത്തുള്ള ഈ ഒരു ലിക്വിഡിന് പേരെന്ന് പറയാൻ ചൊന എന്നാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ചിലപ്പം അതിന് പല പേരുകളിലേക്ക് അറിയപ്പെടുക. പക്ഷേ മലബാർ ഏരിയയിൽ, കോഴിക്കോട് ഏരിയയിൽ ഞങ്ങളിതിന് ചക്കച്ചൊന എന്ന് പറയും. ചക്കയുടെ ചൊന എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആ ചൊന ഒരു തുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ ഉപയോഗിച്ച് തുടച്ച് കളയണം. അല്ലെങ്കിൽ അത് തുടച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ചക്ക മുറിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മളെ കയ്യിലൊക്കെ അത് സ്പ്രെഡാവും. അപ്പോൾ ഇങ്ങനെ 2ആക്കി മുറിച്ച ഈ ചക്ക കഷ്ണങ്ങളെ വീണ്ടും ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് വേണം ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചക്കച്ചൊന കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ ചക്കച്ചൊന കയ്യിലാവില്ല. കയ്യിൽ മാത്രമല്ല, മുറിക്കുന്ന എന്ത് ആയുധമാണോ ഉള്ളത്, കത്തിയോ കൊടുവാളോ എന്താണോ ഉള്ളത്, അതിലും കൂടി തേച്ച് കഴിഞ്ഞാൽ ഈ ചൊന നമ്മുടെ ദേഹത്തും കയ്യിലും കത്തിയിലും ഒന്നും ആവാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചക്ക മുറിച്ചിടാൻ സാധിക്കും. മുറിച്ച് വെച്ച ചക്കയും കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ച ചക്കക്കുരുവാണ് ഈ കാണുന്നത്. ഇത് രണ്ടുമാണ് ഇനി ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഈ കാണുന്ന 5 ചേരുവകളാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായി വേണ്ടത്. ഈ കാണുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി നല്ലോണം ചതുക്കിയെടുക്കണം. ആ ചതുക്കിയെടുത്തത് ഈ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്യണം. ആ മിക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർക്കേണ്ടതാണ്. ചക്കക്കുരുവിന് ചക്കയേക്കാൾ വേവ് അധികമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചക്കക്കുരു കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുക്കറിലേക്ക് ചക്കക്കുരു ഇടുക. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക.
ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞളും ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഈ ചക്കക്കുരു സ്പ്രെഡായി നിൽക്കുന്ന അത്രയും മതി, അതിൽ കൂടുതൽ വെള്ളം വേണ്ട. ആ വെള്ളം ഒഴിച്ച ശേഷം 2 വിസിലടിച്ച് ചക്കക്കുരു ഇറക്കി വെക്കാവുന്നതാണ്. ചക്ക, ഉപ്പ്, മഞ്ഞൾ, വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്തതിന് ശേഷമാണ് മറ്റ് ചേരുവകളൊക്കെ ചേർക്കുക. അളവിലുള്ള പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടു പൊട്ടിയതിന് ശേഷം ചുവന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ ഇടുക. ഗ്യാസ് ഓഫാക്കിയിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചക്കയിൽ ഈ ചേരുവ ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ചക്കപ്പൊയ്ക്ക് റെഡിയായി കഴിഞ്ഞ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഗൈസ്, ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.